ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. So virtual hugs to all of you out there and thank you for choosing to watch this video. So ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഡേ ഔട്ട് ട്രിപ്പിന് പോവുകയാണ്. സോ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. എൻ്റെ പാരൻസ് താമസിക്കുന്ന അവിടുത്തെ നഗറിലെ അസോസിയേഷനിൽ നിന്ന് പോകുന്ന ഒരു ഡേ ഔട്ട് ട്രിപ്പാണ്. സോ എവിടെയാ എന്തൊക്കെയാ എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ യെസ്, നമ്മൾ അങ്ങനെ ഒരു ഡേ ഔട്ട് ട്രിപ്പ് പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ്. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്തിട്ട് തന്നെ കുറേ നാളായില്ലേ. ലോട്ട്സ് ഓഫ് തിങ്സ് വെയർ ഹാപ്പനിങ്. അത് ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങളടുത്ത് പറയാം. സോ ഇപ്പം എന്തായാലും ട്രിപ്പ് വിശേഷങ്ങളിലോട്ട് കിടക്കാം. സോ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ട് എന്ന് പറയുന്ന നമ്മുടെ കോവളം, വിഴിഞ്ഞം, അടിമാലത്തുറ സൈഡിലുള്ള റിസോർട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അറൌണ്ട് ഒരു 40-45 പീപ്പിളോളം ഉണ്ടായിരുന്നു കേട്ടോ റെസിഡൻസ് അസോസിയേഷനിൽ. ഓൾമോസ്റ്റ് മിക്ക ഫാമിലീസുമായിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഡേ ഔട്ട് പാക്കേജ് ആയിരുന്നു എടുത്തിരുന്നത്. സോ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഡേ ഔട്ട് പ്ലാൻ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത് കേട്ടോ. സോ ഒരു സൺഡേ ആയിരുന്നു നമ്മൾ എല്ലാവരും കൂടി പോയിരുന്നത്. ആൻഡ് ഇതാണ് റിസോർട്ടിന്റെ എൻട്രൻസ് പോർഷനിലോട്ട് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ബസ് മെയിൻ റോഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചെറിയൊരു മുടുക്ക് പോലത്തെ പോർഷനാണ്. സോ അവിടെ ബസ് പോകത്തില്ല. അതുകൊണ്ട് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ബഗ്ഗി യൂസ് ചെയ്ത് അങ്ങനെ വന്നു. റിസോർട്ടിൽ നിന്ന് പിക്കപ്പ് സർവീസസ് ഒക്കെ ഉണ്ട്. നമ്മൾ നടന്നു തന്നെയാണ് വന്നത്. സോ ഇതാണ് റിസോർട്ടിന്റെ എൻട്രൻസ് പോർഷൻ കേട്ടോ. സോ ഇവിടെ വന്നതിന് ശേഷം ആസ് യൂഷ്വൽ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ലൈക്ക് അവിടുത്തെ കാര്യങ്ങളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അറൗണ്ട് ഒരു 2 o'clock നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തിയിരുന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് നമുക്ക് റൂംസ് അലൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആക്ച്വലി ഫ്രഷ്നപ്പ് ആവാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂംസ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട്. സോ ഇത് കണ്ടോ, ബീച്ചാണ്, ബീച്ചിന്റെ വ്യൂ ആണ് കേട്ടോ. ക്യാമറയിൽ അത്രത്തോളം ക്ലിയർ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു കാം റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഡേ ഔട്ട് പ്ലാൻ ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എല്ലാ കൈൻഡ് ഓഫ് ഇതിന്റെ കൂടെയും ബ്ലെൻഡ് ആവുന്ന ആളാണ്. സോ ഈ ഒരു പാക്കേജിൽ ഞാൻ പറയില്ല, നമുക്ക് പ്രത്യേകിച്ച് റിസോർട്ടിൽ നമുക്ക് കാമായിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെറ്റ് ടുഗെദർനെസ് എല്ലാവരുമായിട്ട്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്ലാൻ ആണിത്. സോ അതുകൂടി പറയണമല്ലോ, അത് എൻജോയ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാൻ ഉറപ്പായിട്ടും ഇഷ്ടമാവും. സോ നമ്മൾ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ റിസോർട്ടിൽ ഇപ്പൊ ഭയങ്കര ആക്ടിവിറ്റീസ് കൈൻഡ് ഓഫ് തിങ്സ് ഒന്നും അല്ല. സോ നമ്മൾ എല്ലാവരുമായിട്ട് ഒരു ഒത്തുചേരൽ പോലത്തെ ഒരു സംഭവമാണ്. സോ നമ്മൾ വന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് എത്തിയതിനു ശേഷം കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചാൽ നമ്മളെ റൂം അലോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലുള്ള വിഷ്വൽസ് ആണ് ഈ നിങ്ങൾ കാണുന്നത് കേട്ടോ. സോ അത്യാവശ്യം താഴോട്ട് പോകണം. എൻട്രൻസിൽ നിന്ന് കുറച്ച് താഴെ നമ്മൾ നടന്ന് പോകണം. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. സോ അവിടെ നമ്മൾ പോകുമ്പോഴും ഈ റിസോർട്ടിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എവിടെയായിട്ട് നമുക്ക് മിക്കയിടത്തും ബീച്ച് വ്യൂ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. സോ അത് നമുക്ക് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ എൻജോയ് ചെയ്യാം. ആൻഡ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ബഗ്ഗീസ് ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് താഴെ എത്തുമ്പോൾ ലിഫ്റ്റും ഉണ്ട്. സോ നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് താഴെ പോയിട്ട് നമ്മുടെ റൂംസിൽ ചെന്നു. ആൻഡ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പേടിക്കേണ്ട, വേറെ ഒന്നുമല്ല, ദിസ് വാസ് അവർ പൂൾ കോസ്റ്റ്യൂം. പൂളിലോട്ട് ഇറങ്ങാന്നുള്ളതായിരുന്നു അടുത്തൊരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ പൂളിലോട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ചെന്ന പാടെ തന്നെ ഫ്രഷ്നപ്പ് ആയിട്ട് നേരെ പൂൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡിയായി. ആൻഡ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലുള്ള ഒരു ഫാമിലി മെമ്പറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ കുഞ്ഞുമോന്റെ. സോ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു, കേക്ക് കട്ട് ചെയ്ത് അതെല്ലാം കഴിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം നേരെ പൂളിലോട്ട് പോയി ചാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പൂളിൽ ഇങ്ങനെ കിടക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെ പൂളിൽ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അറൌണ്ട് ഈവനിങ് ഒരു 5-5:30 ഒക്കെ ആയപ്പോഴത്തേക്കും നെക്സ്റ്റ് ആക്ടിവിറ്റി വാസ് അവിടുത്തെ ബീച്ച് വിസിറ്റ് ആയിരുന്നു. അടിമാലത്തുറ ബീച്ച് വിസിറ്റ് ആയിരുന്നു. സോ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. ആൻഡ് അവിടെയും അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടില്ല ആ ഒരു ഗ്രീനറി കാര്യങ്ങളൊക്കെ. നമ്മൾ ചെന്നപ്പോഴും അവിടെ കുറെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ അതിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്കത് കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത നൈസ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ പോർഷനിലൊക്കെ പോകുന്നത്, ഈ ഒരു പ്ലേസിലൊക്കെ വരുന്നത്. സോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി.
അപ്പൊ ഞാൻ ഹസ്ബൻഡൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു, ഓക്കെ നമുക്ക് ഇനി പറ്റുമ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. റിസോർട്ടിലെന്നല്ല, ലൈക്ക് ഈ അടിമാലത്തുറ ബീച്ചിലും അങ്ങനത്തെ കാര്യത്തിന് കേട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ എൻജോയ് ചെയ്തു. കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം വി കെയിം ബാക്ക് ടു റിസോർട്ട്. ആഫ്റ്റർ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം വി ഓൾ കെയിം ബാക്ക് ടു റിസോർട്ട് ടു ഫ്രഷൻ അപ്പ് ആൻഡ് ദെൻ വി കെയിം ബാക്ക് ഫോർ ഡിന്നർ. സോ ഒരു 7:30 ഒക്കെ അടുപ്പിച്ച് നമ്മൾ എല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് എത്തി. അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി മെയിൻ കോഴ്സ് ട്രൈ ചെയ്തതിനേക്കാളും സ്റ്റാർട്ടേഴ്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞാൻ ട്രൈ ചെയ്ത്, ബിക്കോസ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഫിഷിന്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ചില്ലി ഗോബി ഒക്കെ പോലെ, ചില്ലി ചിക്കൻ ഒക്കെ പോലെ ഫിഷിലെ ഒരു ഐറ്റം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ വെജിറ്റബിൾ ഫ്രൈ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഐ മെയിൻലി എൻജോയ്ഡ് വാസ് ദി ഡെസേർട്ട് പോർഷൻ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം എൻ്റെ റിയാക്ഷൻസ് ഫേസിലൊക്കെ തന്നെ ഉണ്ട് ഞാൻ ഓരോ കഴിക്കും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡിന്റെ ഇതില്. ഐ റിയലി എൻജോയ്ഡ്. സോ ടോട്ടലി ഈ ഒരു ഡേ വാസ് അടിപൊളി. ഞാൻ എന്താ പറയാ, നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് നമുക്കൊന്ന് റിലാക്സ് ആവാനും ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. സോ ഇഷ്ടമുള്ളവർ, അറിയണം എന്നൊക്കെ ഉള്ളവർ ഡു ചെക്ക് ഔട്ട്. സോ ആഫ്റ്റർ ഡിന്നർ അങ്ങനെ നമ്മൾ നമ്മുടെ ബഗ്ഗീസ് വന്നു ആൻഡ് നമ്മൾ അതിൽ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്പോട്ടിലോട്ട് എത്തി. ആൻഡ് റിയലി റിയലി വി എൻജോയ്ഡ് ദ ഡേ ഔട്ട്. സോ അതിനുശേഷം എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 10 o'clock ഒക്കെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. സോ ബസ്സിൽ നമ്മൾ കുറച്ചു നേരം വീണ്ടും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് എൻജോയ് ചെയ്തിട്ട് വി കെയിം ബാക്ക് ടു അവർ ഹോംസ്. ആൻഡ് എല്ലാവർക്കും ഒത്തിരി മെമ്മറീസോടുകൂടി സ്പെൻഡ് ചെയ്ത ഒരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. So hope you all enjoyed watching this vlog. So ഇഷ്ടമായെങ്കിൽ do like, share, subscribe. നമുക്ക് വീണ്ടും മറ്റു വീഡിയോസ് ആയിട്ട് കാണാം. So till then, bye.